السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനം നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാമൂഹിക തിന്മകളും പ്രതിരോധ രീതികളും എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഒരു സമൂഹത്തിനകത്താണ്. ആ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയും തമ്മിൽ പരസ്പര സഹായത്തോടെ സംസ്കാരത്തെയും നന്മയെയും ആസ്പദമാക്കി ജീവിതം നയിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ തിന്മകൾ നാം പരിചയപ്പെടുമ്പോൾ അതിലെ ചില പ്രധാനപ്പെട്ട തിന്മകൾ നാം നോക്കുമ്പോൾ ഒന്നാമതായി എണ്ണപ്പെടുന്നത് മദ്യപാനമാണ്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു റിജ്സും മിൻ അമലി ശൈത്വാൻ. തീർച്ചയായും മദ്യപാനം എന്ന് പറയുന്നത് അത് ശൈത്വാന്റെ പ്രവർത്തനമാണ് എന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് മദ്യപാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ബാധിച്ച ഏറ്റവും വലിയ തിന്മയായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കലാലയങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട്, കലാലയത്തിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് ലഹരി മാഫിയകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ അതിനെതിരെയെല്ലാം നാം പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിനെ നാം പ്രതിരോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ ലഹരി കടിമപ്പെട്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിലെ മാതാവെന്നോ പിതാവെന്നോ നോക്കാതെ നിഷ്കരണം ഇതിന്റെ അടിമത്വത്തിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാലും നമുക്ക് ഇന്ന് ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ലഹരിക്കെതിരെയുള്ള, ഈ ലഹരി കടിമപ്പെട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമതായി ഈ സാമൂഹ്യ തിന്മകളെ എണ്ണപ്പെടുമ്പോൾ അതിൽ കാണപ്പെടുന്നത് അഴിമതിയെയാണ്. ഇന്ന് ഭരണകർത്താക്കൾ ചെയ്യുന്ന അഴിമതി സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ, ആ വികസനങ്ങൾ പോലും നൽകാതെ, അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ക്യാഷുകൾ അല്ലെങ്കിൽ മറ്റു ദുരന്ത നിവാരണ ഫണ്ടുകളെല്ലാം പിരിച്ചെടുത്തുകൊണ്ട് അതിനെ പിടിച്ചു വെച്ചുകൊണ്ട് കൃത്യമായ വികസനം നടത്താതെ അതിനെ പിടിച്ചു വെച്ച് ഭരണകർത്താക്കൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ടുകളെ ചെലവഴിക്കുമ്പോൾ അത് ഈ സമൂഹത്തിന് ബാധിച്ച ഏറ്റവും വലിയ തിന്മയായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി നാം നോക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തിന്റെ അടുത്ത് പോകരുത്, അത് ദുഷിച്ച മാർഗമാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ടത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ലഹരി എന്ന് പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കിയാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളുടെ പ്രായം തോന്നിക്കുന്ന, സ്വന്തം പേരമക്കളുടെ പ്രായം തോന്നിക്കുന്ന, സ്വന്തം അമ്മമാരുടെ പ്രായം തോന്നിക്കുന്ന സ്ത്രീകളെ വരെ പീഡനത്തിന് ഇരയാക്കുന്ന ഇന്നത്തെ സമൂഹം നാം കാണുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിനേറ്റ ഏറ്റവും വലിയ തിന്മയായി നമുക്ക് കാണേണ്ടതുണ്ട്. ഇതിനെയെല്ലാം ഇതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെയും വിദ്യാഭ്യാസ മേഖലയെയും തകർക്കുകയും നമ്മുടെ സമൂഹവും കുടുംബവും തകർക്കുകയും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ നാം പ്രതിരോധിക്കേണ്ടത് വിദ്യാഭ്യാസ മാർഗങ്ങളിലൂടെയും കൃത്യമായ നിയമാശ്രിത നടപടികളിലൂടെയും മതമൂല്യങ്ങൾ നൽകുന്നതിലൂടെയും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിലൂടെയും നാം ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ഒരുമിച്ച് നിന്നാൽ ഈ സാമൂഹിക തിന്മകളെ പ്രതിരോധിക്കാൻ, ഈ നാടുകളിൽ നിന്ന് വിമുക്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. ഈ സാമൂഹിക തിന്മകൾ എന്ന് പറയുന്നത്
ഒരു പെരുകുന്ന തീ പോലെയാണ്. അതിൻ്റെ ആദ്യത്തിൽ തന്നെ നാം അതിനെ അണച്ചില്ല എങ്കിൽ അത് ഭാവിയിൽ വലിയ കുറ്റകൃത്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാതി മതഭേദമന്യേ എല്ലാവരും ഈ പ്രതിഭാസത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.